നമുക്ക് രണ്ട് തരം സ്ലീപ്പ് ഉണ്ട്, രണ്ട് തരം ഉറക്കം. വളരെ ലളിതമായി അതിനെ വിവരിച്ചാൽ, ഒന്ന് നോൺ REM സ്ലീപ്പും രണ്ടാമത്തേത് REM സ്ലീപ്പുമാണ്. REM സ്ലീപ്പ് എന്ന് പറയുമ്പോൾ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറയാം. അതായത് തലച്ചോറ് ആക്റ്റീവ് ആയിരിക്കും, നമ്മുടെ ബോഡി മുഴുവനും പാരലൈസ്ഡ് ആയി പോകും എന്ന് പറഞ്ഞാൽ അനക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ചോദിക്കും, തലച്ചോറിന് റെസ്റ്റ് കിട്ടാനാണല്ലോ നമ്മൾ ഉറങ്ങുന്നത്, പിന്നെ എങ്ങനെയാണ് തലച്ചോറ് ആക്റ്റീവ് ആകുക? അതിനുത്തരം നമ്മുടെ ഉറക്ക് രണ്ടും ചേർന്നതാണ് നോൺ REMഉം REMഉം. നോൺ REMല് തലച്ചോറ് മുഴുവനും റെസ്റ്റ് എടുക്കും, പക്ഷെ പ്രിമിറ്റീവ് മോട്ടോർ സിസ്റ്റം, നമ്മുടെ കൈയും കാലുകളുമൊക്കെ ഭാഗികമായി ആക്റ്റീവിലായിരിക്കും. സാധാരണയായി നമ്മൾ REM സ്ലീപ്പിലാണ് സ്വപ്നം കാണുക. അതായത് ബോഡി മുഴുവനും പാരലൈസ്ഡ് ആയാൽ, അനക്കാതെ നിൽക്കുന്ന അവസ്ഥയായാൽ തലച്ചോറ് പതുക്കെ ഉണരാൻ തുടങ്ങും. അങ്ങനെ നമ്മളെ പല സ്വപ്നങ്ങളും തലച്ചോറ് കാണിക്കും. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഓടുന്നുണ്ടാവും, ചാടുന്നുണ്ടാവും, മറ്റു പലതും ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ബോഡി പാരലൈസ് ആയതുകൊണ്ട് നമ്മൾ ഉറക്കത്തിൽ അനങ്ങുകയില്ല. പക്ഷെ കണ്ണ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് REM അഥവാ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന പേര് വരാൻ കാരണം. ഈ നൈറ്റ് വാക്കേഴ്സ് അഥവാ ഉറക്കത്ത് എഴുന്നേറ്റ് നടക്കുന്നവർ നോൺ REM സ്ലീപ്പിലാണ് സ്വപ്നം കാണുന്നത്. അതായത് തലച്ചോറ് ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ, പ്രിമിറ്റീവ് മോട്ടോർ സിസ്റ്റം ആക്റ്റീവായ അവസ്ഥയിൽ, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായ അവസ്ഥയിൽ സ്വപ്നം കണ്ടുകൊണ്ട് അവർ നടക്കും. ഇനി മൃഗങ്ങളിലേക്ക് വന്നാൽ, മൃഗങ്ങളിൽ REM സ്ലീപ്പ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. REM സ്ലീപ്പ് ഉണ്ടെങ്കിൽ സ്വപ്നങ്ങളും കാണും. എന്താണ് സ്വപ്നങ്ങൾ കാണുന്നത് എന്ന് ചോദിച്ചാൽ, സയന്റിസ്റ്റുകൾ അതിനുത്തരം പറയുന്നത് ഒരുപക്ഷെ ഭക്ഷണം കിട്ടുന്നതായിട്ട്, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും വേട്ടയാടി പിടിക്കുന്നതായിട്ട്. ഇത്തരത്തിൽ അനവധി സസ്തനികൾ സ്വപ്നങ്ങൾ കാണാറുണ്ട് എന്ന് പറയുന്നു.